ഇപ്പം ഒരു പ്രമുഖ നടി തന്നെ അങ്ങനെ എടുക്കാം തൃശ്ശൂർ എടുക്കാൻ ഇന്ത്യ കൊടുക്കുന്നൊക്കെ ചോദിച്ചൊരു ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് എന്താണ്, ട്രോൾസിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത്രയും വർഷമായില്ല ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം അത് പറയുമ്പോൾ ആക്ട്രസിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പോൾ ടേൺ ഓഫ് ഇവൻറ്റ്സ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം. പക്ഷേ അതൊന്നും നമ്മൾ ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ. അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു കോൺട്രഡിക്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു, അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട്, അതിൽ കയറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ്. പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്ര വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടും അതിൽ നിന്ന് ഒരു 5 കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും. എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും, വലിച്ചു കയറും, ചീത്ത വിളിപ്പിക്കും, കമൻസ് ഇടും, കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും. പക്ഷെ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത്, ഇങ്ങനെയല്ല പുള്ളി പറഞ്ഞാൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു നട്ടലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ്. ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും. കൂടുതൽ തന്നെയായിരുന്നു എൻ്റെ അച്ഛനെ തെറി വിളിപ്പിക്കാനായിട്ടും. വളരെ സന്തോഷം. പക്ഷെ അവർ വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും തെറി വിളിപ്പിക്കാനുമുള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അവരവരുടെ അന്നേരത്തെ അജണ്ട ആയിരിക്കും. ഇപ്പം അച്ഛൻ ജയിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ, അച്ഛനെ ഹേർട്ട് ചെയ്ത് അതേ ചാനൽസ് തന്നെ ചിലപ്പോൾ ഇനി ശ്രമിക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത്. ഒന്നും ഒരു പുതിയ സംഭവമല്ലല്ലോ. ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെൻറ്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും. പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പം നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും. ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേക്ക് റിയാലിറ്റിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത്രയും.